ഇപ്പോൾ ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ടാറ്റ സൺസ് ചെയർമാൻ എൻ ചന്ദ്രശേഖരന്റെ പ്രതികരണം. അതായത് ടാറ്റ നടത്തുന്ന ഒരു വിമാന കമ്പനിയിൽ ഇത്തരത്തിലൊരു അപകടം നടന്നതിൽ വലിയ ദുഃഖമുണ്ട്. നിലവിൽ തങ്ങൾക്ക് ഇതിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നിലവിൽ കഴിയുന്നത് കുടുംബത്തിന്റെ ദുഃഖത്തോടൊപ്പം പങ്കുചേരുകയെന്നതാണ്. അവരെ പിന്തുണയ്ക്കാൻ തങ്ങൾ എന്തും ചെയ്യുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല ഈ വിമാനത്തിന്റെ ഈ സാങ്കേതിക പ്രശ്നങ്ങളെക്കുറിച്ച് ചില ചോദ്യങ്ങൾ ഉയർന്നിരുന്നു, ചില ഊഹാപോഹങ്ങളൊക്കെ ഉയർന്നിരുന്നു. അതിനും അദ്ദേഹം മറുപടി നൽകുന്നുണ്ട്. വിമാനത്തിന്റെ 2 എഞ്ചിനുകൾക്കും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. മുമ്പ് ഒരു സൂചന പോലും, അതായത് വിമാനത്തിന് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായിട്ടുള്ള ഒരു സൂചന പോലും ഉണ്ടായിരുന്നില്ല. ഇതിന്റെ വലത് എഞ്ചിൻ 2025 മാർച്ചിലാണ് മാറ്റി പുതിയത് സ്ഥാപിച്ചത്. ഇടത് എഞ്ചിൻ 2023 അവസാനം സർവീസ് ചെയ്തത്. ഇതിന്റെ അടുത്ത സർവീസിന്റെ കാലാവധി വരുന്നത് ഈ വർഷം അവസാനമാണ്. അതുകൊണ്ട് തന്നെ 2 എഞ്ചിനും സാങ്കേതിക പ്രശ്നം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല പൈലറ്റുമാരും പരിചയസമ്പന്നരായിരുന്നെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും അന്വേഷണ റിപ്പോർട്ട് വരുന്നതുവരെ കാത്തിരിക്കാനാണ് അദ്ദേഹം പറയുന്നത് അഭിമുഖത്തിൽ.